ഹായ് ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നേരം നീറ്റാണ്, അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, മടിച്ച് നീറ്റ് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. കാരണം ഞാൻ കറൻ്റ് വർക്കിംഗ് ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ പലർക്കും അറിയില്ല വർക്കിംഗ് ആണെന്നുള്ളത്. വർക്കിങ്ങും പഠിപ്പും കൂടെ നടക്കുമോയെന്ന് വെച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, എനിക്കൊരു ഗ്യാപ്പ് എടുത്ത് ഹയർ സ്റ്റഡീസിന് പോകണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചെറിയ എക്സാമും കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം എത്തി. അത്യാവശ്യം റോഡൊക്കെ ആകെ ഫ്ലോപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല റോഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ എത്താനൊക്കെ പറ്റി. കാരണം ഉഷാർ ഡ്രൈവായിരുന്നു മൂപ്പരാൾ. കാരണം നമുക്കറിയാമല്ലോ, പ്രൈവറ്റ് ബസ് എപ്പോഴും നിങ്ങൾ സ്പീഡിലൊക്കെ ഓടിക്കും. നമ്മൾ വിചാരിക്കുന്ന സമയത്തേക്കാട്ട് മുന്നേ തന്നെ പ്രൈവറ്റ് ബസ് എന്തായാലും എത്തിട്ട്. അപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർക്കും കാര്യങ്ങളും അതിൻ്റെ തിരക്കും ബിസിയൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയ എക്സാമും കാര്യങ്ങളും ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഫോർ മൈ ഹയർ സ്റ്റഡീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്, പഠിക്കുവാണെങ്കിൽ MBA പഠിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് MBA എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി ഇൻ്റർവ്യൂവും കാര്യങ്ങളും എക്സാമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ 2 ഫ്രണ്ട്സിനെ കാണാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും കാണാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മാർക്കറ്റിലോട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് ഞാൻ വൈകുന്നേരം ഒരു 6-7 മണിയായിട്ടോ വീടെത്തുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, നല്ല ഡേ ആയിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം